ഇന്ന് കിട്ടിയ മീനാണ് വങ്കട. ഇത് തൊലി പൊളിക്കലൊക്കെ ഇച്ചിരി പ്രയാസമാണ് എനിക്ക്. കാരണം പകുതി പൊളിച്ചത് പകുതി മീനിൻ്റെ തൊലിയിലിരുന്നു. ഇത് ഇങ്ങനെയാണോ പൊളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ മേടിക്കാറില്ല ഈ മീൻ. കാരണം ഇത് കൈയെല്ലാം മുറി ഇതാക്കുമ്പോൾ. ഇത് നോക്കിയൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ വായ്ക്കകത്ത് ഒരു നെത്തോലി. ഇതിനെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് തോന്നുന്നു ഇവർ മീൻ പിടിച്ചത്. അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. കുറേ തൊലി ഇതിൻ്റെ മാംസമെല്ലാം പോയിട്ടുണ്ട് ഞാൻ ഇത് എടുക്കുമ്പോൾ. ഇനി ഇതിനെ കഴുകി 2-3 വട്ടം കുറച്ചുകൂടി കഴുകി നമുക്ക് മുറിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കറിയാക്കാം. ഞാൻ ഈ കറിവേപ്പില എടുക്കുന്നതെന്നറിയാമോ? ഇത് മൊത്തം കേടായി. കറിവേപ്പ് കണ്ടില്ലേ, ഇല മുഴുവൻ കേടായിപ്പോയി. നോക്കിക്കേ, കണ്ടോ, മൊത്തം പോയി. ഇത് ഒടിച്ചൊടിച്ചെടുക്കുന്നതുകൊണ്ട് പൊട്ടിക്കിളിത്തിട്ട് തളിർപ്പ് വരുമായിരിക്കും. അടുത്തത് നല്ലത് വരും. മീൻകറിക്ക് വേണ്ടുന്ന പൊടികൾ എടുക്കാവേ. കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. എരിവുള്ള മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇച്ചിരി ഉലുവാപ്പൊടി. ഇത് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഇന്ന് ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ വറുത്തൊന്നുമില്ല, പച്ചയ്ക്ക് കുറച്ച് തേങ്ങയും തേങ്ങയുടെ കൂടെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ആ ചെറിയ കപ്പിലിട്ടിട്ട് ഇച്ചിരി കല്ലുപ്പിട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, ഞാൻ അരപ്പെടുത്തപ്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. അതിലേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, 5-6 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്. നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഒഴിച്ചു കൊടുക്കാവേ. കഴുകി വെള്ളത്തിലിട്ടാണ്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയും ആ പൊടികളെല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇവിടെ കപ്പ് കഴുകിയ വെള്ളമാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യം പോലെ. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാം. നമ്മുടെ മീൻകറി ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇത് വേഗണ്ടേ. വെട്ടി അരച്ച് ചേർത്തത് അരി വാങ്ങി അടുപ്പയിലോട്ട് വെക്കാവുന്നോർത്തുണ്ടായിരുന്നു. പക്ഷേ അടുപ്പയിൽ തീയെല്ലാം കിട്ടും. അതുകൊണ്ട് ഗ്യാസേ വെക്കാം. അടുപ്പേ വെക്കുന്ന നല്ല തീയായിരുന്നു. വേകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഗ്യാസേ വെച്ച് എൻ്റെ മീൻചട്ടി എല്ലാം അതിൻ്റെ അടിയെല്ലാം പൊട്ടിപ്പോയി. കുറേ മീൻചട്ടി ഇപ്പോൾ പോയി. ഇതിപ്പോൾ ചെറിയ വിള്ളൽ വീണിട്ടുണ്ട്. ഗ്യാസേ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ ഇത് ഗ്യാസേ തന്നെ ഇരിക്കട്ടെ. മൂടി വെക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടി ഇട്ട് കൊടുക്കാം.